വൈശ്വൻ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്, ഏതെല്ലാം സാഹചര്യത്തിലാണ് യൂസ് ചെയ്യുന്നത്, ഏതെല്ലാമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാസ്റ്റ് ടെൻസ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ്, ആ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിന്റെ ഉപയോഗം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വാട്ട് ഈസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്? എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്? അതായത് ഇറ്റ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ആൻ ആക്ടിവിറ്റി വിച്ച് ഈസ് happened before. It is used to talk about an activity which is happened before. മുമ്പ് നടന്നിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച്, അതായത് ജസ്റ്റ് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി വോൺ ഗോൾഡ് മെഡൽ. ഹി വോൺ ഗോൾഡ് മെഡൽ. അവൻ സ്വർണ്ണ മെഡൽ കിട്ടി. ഇപ്പൊ ഒരു കോമ്പറ്റീഷനിൽ പോയിട്ട് നമ്മൾ എന്താണ് ആ കോമ്പറ്റീഷൻ സക്സസ് ആയി കഴിയുമ്പോൾ നമ്മൾ പറയല്ലോ ഐ വോൺ ഗോൾഡ് മെഡൽ, ഐ വോൺ ദ ഫസ്റ്റ് പ്രൈസ്, ഐ വോൺ ദ സെക്കൻഡ് പ്രൈസ്. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത മുമ്പ് നടന്ന ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഈസ് ഹാപ്പൻഡ്. എപ്പോഴാണ്? പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. വിച്ച് ഈസ് യൂസ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ഈസ് ഹാപ്പൻഡ് എ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. അതായത് കഴിഞ്ഞ കാലത്ത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അതായത് ഒരു കഴിഞ്ഞ കാലത്ത് എപ്പോഴും ഒരു ടൈം പീരീഡിനുള്ളിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീരപ്പൻ കിൽഡ് മെനി മോസ്കിറ്റോസ് ലാസ്റ്റ് ഇയർ. വീരപ്പൻ കിൽഡ് മെനി മോസ്കിറ്റോസ് ലാസ്റ്റ് ഇയർ. വീരപ്പൻ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ വർഷം കുറെ കൊതുകുകളെ കൊന്നു. വീരപ്പൻ കിൽഡ് മെനി മോസ്കിറ്റോസ് ലാസ്റ്റ് ഇയർ. ഇവിടെ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു ടൈം പീരീഡിനെ വെച്ചിട്ട് എ പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്, അതായത് കഴിഞ്ഞ കാലഘട്ടത്തെ ഒരു ടൈമില് എന്താണ് പണ്ട് കാലത്തെ ഒരു ടൈം പീരീഡിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം ടെൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യമാണ് വെൻ യു ടോക്ക് അബൌട്ട് an activity which is happened earlier and there is a time indication. ഒരു ആക്ടിവിറ്റി നടന്ന സമയത്ത് അതിന്റെ ഒരു ടൈമിനെ കുറിച്ച് ഇൻഡിക്കേഷൻ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഏത് ടെൻസ് ആണ് ഉപയോഗിക്കുക? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ he came yesterday, അല്ലെ, അവൻ ഇന്നലെ വന്നു. ഹി കെയിം യെസ്റ്റർഡേ. അപ്പൊ ഇത്തരത്തില് ഒരു ടൈം ഇൻഡിക്കേഷൻ, ഈ ആക്ടിവിറ്റി എപ്പോഴാണ് നടന്നതെന്ന് ഉള്ള ഒരു ടൈം ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അതായത് കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് മുമ്പ് നടന്ന ഒരു ആക്ടിവിറ്റി, അപ്പൊ അത് എപ്പോഴാണ് നടന്ന ആ ആക്ടിവിറ്റി സംഭവിച്ച ടൈമിനെ കുറിച്ച് ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഹി കെയിം യെസ്റ്റർഡേ, അവൻ ഇന്നലെ വന്നു. അപ്പൊ ഇന്നലെ എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിനെ കുറിച്ച് അവിടെ കൃത്യമായിട്ട് നമ്മളെടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യമാണ് ഇത് വെൻ യു യൂസ് ടു ടോക്ക് അബൌട്ട് എ പാസ്റ്റ് ഹാബിറ്റ്. ഒരു പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട ടെൻസ് ആണ് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാബിറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ always carried a vanity bag.
ഷീ ഓൾവേസ് ക്യാരിഡ് എ വാനിറ്റി ബാഗ്. എന്താണ്, അവര് എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോകുമ്പോൾ എന്താണ്, ഷീ ഓൾവേസ് ക്യാരിഡ് എ വാനിറ്റി ബാഗ്, ഒരു വാനിറ്റി ബാഗ് കയ്യിൽ കരുതും. മനസ്സിലായില്ല? അപ്പൊ മുമ്പുണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റിനെ കുറിച്ച് പറയുകയാണ്. ഒരു ഫാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ നോർമലി സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഓൺ ദ കമന്റ് ബോക്സ്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ സ്ഥിരമായി ഞങ്ങൾ വീഡിയോ കാണുകയും പക്ഷെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.